Well, good. എല്ലാവരും how do you do എന്ന് തന്നെ തിരിച്ചു പറഞ്ഞു. ഒരുപാട് സന്തോഷം. Well, so how do you do എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, തിരിച്ച് നമ്മൾ how do you do എന്ന് തന്നെയാണ് പറയുന്നത്. ഒരാളുടെ ക്ഷേമം അന്വേഷിക്കുകയാണ് നമ്മൾ, ആണല്ലോ. how do you do, തിരിച്ചു നമ്മൾ how do you do എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കണം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. ഒരു ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സ്ഥിരമുള്ള സ്വഭാവമാണ് മറ്റുള്ളവരുടെ ക്യാരക്ടർ വേറൊരാളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരാറുണ്ട്. ഇതിൽ പോസിറ്റീവായിട്ടും നമ്മൾ ഒരാളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, നെഗറ്റീവായിട്ടും നമ്മൾ ഒരാളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. സോ രണ്ടും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. എന്നാലും നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം മറ്റൊരാളെക്കുറിച്ച് നമുക്ക് നെഗറ്റീവ് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ദറ്റ് മീൻസ് നമ്മൾ ഒരാളെക്കുറിച്ച് നെഗറ്റീവ് വേറൊരാളോട് പറഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും? നമ്മൾ അയാളെക്കുറിച്ച് നെഗറ്റീവ് മറ്റൊരാളോട് പറയുമെന്ന് വിചാരിക്കുമല്ലോ. സോ ഇറ്റ്സ് നോട്ട് ഗുഡ്. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ടീച്ചിങ് ഓഫ് നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് ഒരാളുടെ യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഒരു എന്താ പറയുക നെഗറ്റീവ് ക്യാരക്ടറിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നോക്കുമെന്ന് നമുക്ക് അറിയേണ്ടത് കൊണ്ട് നമുക്കത് പഠിച്ചു വെക്കാം. സോ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാം. അഡ്ജക്റ്റീവ്സ് മീൻസ് എന്താണെന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്സ് പാർട്ട് ഓഫ് സ്പീച്ചിലെ ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഗ്രാമർ സെഷനിലെ പാർട്ട് ഓഫ് സ്പീച്ചിനെ നമ്മൾ വിളിക്കുന്നത് അഡ്ജക്റ്റീവ് എന്നാണ്. അപ്പം നൗൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ നൗണോ അല്ലെങ്കിൽ പ്രോനൗണിനെ കുറിച്ചായിരിക്കും നമ്മൾ എപ്പോഴും സംസാരിക്കാറോ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. അപ്പോൾ അയാളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വെദർ ഇറ്റ് ഈസ് എൻ പോസിറ്റീവ് തിങ് ഓർ നെഗറ്റീവ് തിങ്, ദെൻ യു ക്യാൻ യൂസ് an adjective. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കും ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ദാറ്റ് മീൻസ് അവൾ സുന്ദരിയാണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഒരു ആൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ പറയുമോ ഹീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമോ? ഇല്ല, പറയില്ല. കാരണം എന്താ? ആൺകുട്ടികളെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹീ ഈസ് ഹാൻസം. സോ ഇങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. ബോയ്സിനും ഗേൾസിനും ഡിഫറൻസ് ഉണ്ട്. സോ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ പറയും ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ദാറ്റ് മീൻസ് വി ആർ ഡിസ്ക്രൈബിംഗ് ദറ്റ് ഗേൾ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവൾ സുന്ദരിയാണ്. ആൺകുട്ടിയാണെങ്കിൽ ഹീ ഈസ് ഹാൻസം. അവൻ സുന്ദരനാണ് എന്ന് പറയാൻ അവൻ ഹാൻസം ആണ്. ക്ലെവർ, അംബീഷ്യസ്, ഇങ്ങനെ ഒരുപാട് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഉണ്ട് ഒരാളുടെ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. അപ്പം നമുക്ക് ഇന്ന് അത് നോക്കാം. വെൽ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അംബീഷ്യസ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അംബീഷ്യസ് ആണ് അല്ലേ? അംബീഷ്യസ് ആയാൽ മാത്രമേ ലൈഫിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്? ബിക്കോസ് നിങ്ങൾ അംബീഷ്യസ് ആണ്. നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽ പഠിച്ച് ഇംഗ്ലീഷ് നന്നായി സംസാരിച്ച് ഉന്നതങ്ങളിൽ എത്തണം, ലൈഫിൽ ജീവിതത്തിൽ ഒരു വിജയം നേടണം. സോ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്നത് അംബീഷ്യസ് എന്നാണ്. സോ വി ഓൾ ആർ അംബീഷ്യസ്. സോ who is keen to get on in life? ലൈഫിൽ നല്ലത് വരണം എന്ന് വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് അംബീഷ്യസ് ആണ്. തുഷാർ ഈസ് അംബീഷ്യസ്, ഹി ഈസ് അംബീഷ്യസ്, ഷീ ഈസ് അംബീഷ്യസ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ഇവർ ഭയങ്കര സ്വപ്നമുള്ള ആളുകളാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് വിജയിക്കാൻ പറ്റൂ. സോ പോസിറ്റീവായ ഒരു അഡ്ജക്റ്റീവാണ് അംബീഷ്യസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് അടുത്ത് നോക്കാം ആൻഷ്യസ്. ആൻഷ്യസ് നമുക്ക് പറയാൻ പറ്റുമോ പോസിറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റുമോ എന്നാൽ നെഗറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റാത്തൊരു മിഡിലിൽ നിൽക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ആൻഷ്യസ് എന്ന് പറയുന്നത്. സമ്മൺ ഹു വറീസ് എ ലോട്ട്. ഒരുപാട് സങ്കടങ്ങൾ, അയ്യോ അതങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ ആയിരിക്കുമോ, ഒരു കാര്യമില്ല, ഇവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായിരിക്കില്ല. പക്ഷേ എന്ത് സാഹചര്യം വന്നാലും ഇങ്ങനെ പെട്ടെന്ന് വ്യാകുലരാകുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് ആൻഷ്യസ് എന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തൃഷ ഷീ ഈസ് ആൻഷ്യസ്. ദാറ്റ് മീൻസ് ഷീ ഈസ് ആൻഷ്യസ്. അവൾക്ക് ഒരുപാട് വ്യാകുലതയുള്ള ഒരു വ്യക്തിയാണ് തൃഷ എന്ന് പറയാൻ വേണ്ടി ഷീ ഈസ് ആൻഷ്യസ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത നമ്മുടെ ബാഡ് ടെമ്പേർഡ്. ബാഡ് ടെമ്പേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ബാഡ് ടെമ്പേർഡ്. മൈ അങ്കിൾ ഈസ് റിയലി ബാഡ് ടെമ്പർ. ഹി ഓൾവേസ് ഷൗട്ട് വിത്ത് മൈ ഓഡ്. മൈ അങ്കിൾ ഈസ് ബാഡ് ടെമ്പർ. ദാറ്റ് മീൻസ് ഇദ്ദേഹം ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. He always shout with my poor aunt. പാവം എൻ്റെ ആൻറ്റിയോട് എപ്പോഴും ചൂടാകും, എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണ് എൻ്റെ അങ്കിൾ. ദാറ്റ് മീൻസ് ബാഡ് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആള്. സോ നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോറിംഗ്. ബോറിംഗ് നമുക്ക് അറിയാലോ, ഡിസ്ക്രൈബ് ചെയ്യാനല്ലോ. ആൻ ഈസ് എ ബിറ്റ് ബോറിംഗ്. ഷീ ഈസ് എ ബിറ്റ് ബോറിംഗ്. ദാറ്റ് മീൻസ് അവൾക്ക് കുറച്ച് ബോറാണ്. വലിയ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊന്നും അവൾ എപ്പോഴും പറയത്തില്ല. ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ പറയാത്ത ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ബോറിംഗ് എന്നാണ്, ആണല്ലോ. സോ അടുത്ത ബോസി. മൈ ഓണ്ട് ഈസ് എ ബിറ്റ് ബോസി. മൈ ഓണ്ട് ഈസ് എ ബിറ്റ് ബോസി. ഷീ ഓൾവേസ് ഗീവ്സ് ഓർഡേഴ്സ്. സോ ഷീ ഓൾവേസ് ഓർഡേഴ്സ് ടു മൈ അങ്കിൾ. വെൽ ദാറ്റ് മീൻസ് ചില ആളുകളുണ്ട്, ഞാൻ തീരുമാനിക്കും എൻ്റെ കാര്യങ്ങൾ,
ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് ബോസി എന്നുള്ളത്. അതായത് മറ്റുള്ളവർക്ക് ഓർഡർ നൽകി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിടിച്ചു നിർത്തുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ബോസി എന്നാണ്. അടുത്തത് കരിഷ്മാറ്റിക്. കരിഷ്മാറ്റിക് മീൻസ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് അട്രാക്റ്റഡ് ആവുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് കരിഷ്മാറ്റിക് എന്നാണ്. സി XYZ ഈസ് എ വെരി കരിസ്മാറ്റിക് പൊളിറ്റീഷ്യൻ. യു ക്യാൻ യൂസ് ദ നെയിം അക്കോർഡിംഗ് ടു യുവർ പൊളിറ്റിക്കൽ പാർട്ടി. വെൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഉപയോഗിച്ച് നിങ്ങൾക്കത് പറഞ്ഞു നോക്കാം. സോ XYZ, I use XYZ is a very charismatic politician. That means he attracts everyone. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് charismatic. So introverted. What it means introverted? നമ്മൾ എപ്പോഴും പറയാറ് മലയാളത്തിൽ അന്തർമുഖരായ ആൾക്കാരെ നമ്മൾ ഇൻട്രോവേർട്ടഡ് എന്ന് ഉപയോഗിക്കും. ദാറ്റ് മീൻസ് അവരുടെ അതേതായ ഒരു ലോകത്തിൽ സന്തോഷം കാണുന്ന ആൾക്കാരാണ്. അവരവരുടേതായ ലോകത്ത് അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ട് ഉള്ളിലേക്ക് ഒതുങ്ങി, അതായത് ഒരുപാട് സറൗണ്ടിങ്സ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള കമ്പനിയേക്കാൾ കൂടുതൽ അവരവരുടേതായ ഒരു ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് she is quite introverted. She doesn't like പാർട്ടീസ്. അങ്ങനെയുള്ളവർക്ക് ഈ ആഘോഷങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ ഇഷ്ടമല്ല. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റായ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് എക്സ്ട്രോവേർട്ടഡ് പേഴ്സണാലിറ്റീസ്. രാഹുൽ ഈസ് വെരി എക്സ്ട്രോവേർട്ടഡ്. ഹി ഈസ് ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് എ പാർട്ടി. ദാറ്റ് മീൻസ് രാഹുൽ ആ പാർട്ടിയുടെ ഹാർട്ട് ആൻഡ് സോൾ ആണെന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക്. ദാറ്റ് മീൻസ് ആ പാർട്ടി എന്താണോ, അതായത് ബർത്ത്ഡേ പാർട്ടി ആയാലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആയാലോ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കാണുന്ന ആൾക്കാരായിരിക്കും. ബിക്കോസ് ആൾക്കൂട്ടങ്ങൾക്ക് ഇടയിൽ ആൾക്കൂട്ടങ്ങൾ വെച്ച് സന്തോഷം കാണുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് എക്സ്ട്രോവേർട്ടഡ് പേഴ്സണാലിറ്റീസ് എന്നാണ്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ എന്നുള്ള കാര്യം. അതായത് ഒരു എക്സ്ട്രോവേർട്ടായ ആളാണെങ്കിൽ മറ്റുള്ളവരുമായി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുപാട് ആഘോഷിക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. ഇൻട്രോവേർട്ടായ ആൾക്കാരാണെങ്കിൽ അവരവരുടെ ലോകത്ത് ചിലപ്പോൾ അവർ എന്തെങ്കിലും കുത്തിക്കുറിച്ചോ അല്ലെങ്കിൽ അവരവരുടെ മാത്രമായ ലോകത്ത് സന്തോഷം കാണുന്ന ആൾക്കാരെ നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് വിളിക്കും. സോ ഇൻട്രോവേർട്ടഡ്, എക്സ്ട്രോവേർട്ടഡ്, കരിസ്മാറ്റിക്, ദാറ്റ് വി ഓൾറെഡി സേസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കരിസ്മാറ്റിക് എന്ന് വിളിക്കാം. ബോസി, ഒരു ആളോട് നമ്മൾ ഓർഡർ ചെയ്യുന്ന, ഞാനാണ് എല്ലാം, ഞാൻ പറയുന്നത് കേൾക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ നമുക്ക് ബോസി എന്ന് വിളിക്കാം. ഇറ്റ് ഇസ് എ നെഗറ്റീവ് തിങ്. I think it's not negative, but it seems like negative. That means, well, okay. And boring, you know already. Well, so what you want to do is we taught you some words, so you have to practice by using examples like that. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് എക്സാമ്പിൾസ് പറഞ്ഞ് നിങ്ങൾ അത് പരിശീലിക്കുക ആൻഡ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് സെഷനിൽ ഞാൻ കുറച്ചുകൂടി ക്യാരക്ടേഴ്സ് ഉള്ള വേർഡ്സ് പറഞ്ഞു തരാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അടുത്ത സെഷനിൽ അതനുസരിച്ച് ഇപ്പം ക്യാരക്ടേഴ്സും അപ്പിയറൻസും കൂടി നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് സംടൈംസ് നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാർ കേൾ ഹെയർ ആണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആണ്, അല്ലെങ്കിൽ റെഡ് ഐ ഉണ്ട് അവർക്ക്. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ദേ ആർ റൂട്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അപ്പിയറൻസ് വെച്ചും ക്യാരക്ടർ വൈസും ചെയ്യുന്ന കുറച്ച് വാക്കുകൾ കൂടി അടുത്ത സെഷനിൽ നോക്കാം. ദാറ്റ്സ് ഓൾ. ബൈ.